ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരോന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവോം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്നത് 12-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം. ശ്ലോകം വായിക്കാം. അധ്യായം 12, ശ്ലോകം 11. അധൈദപ്യശക്തോസി കർത്തും അദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തഥാ കുരു യഥാത്മവാൻ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. എന്നെക്കുറിച്ചുള്ള ഈ ബോധത്തോടു കൂടി പ്രവർത്തിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സർവകർമ്മഫലങ്ങളെയും ത്യജിച്ച് ആത്മസ്ഥിതനായി തീരുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം 12-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഭക്തിയോഗമാണ്. അപ്പോൾ ഭഗവാൻ ഭക്തിയോഗമാണ് അൾട്ടിമേറ്റ്. അപ്പോൾ ആ ഭക്തിയോഗത്തിലേക്ക് വരുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അധ്യായമാണ് ഭക്തിയോഗം. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അർജുനൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഏറ്റവും ഉത്കൃഷ്ടമായത്? അതായത് അങ്ങയുടെ വ്യക്തി സ്വരൂപത്തിൽ മനസ്സൂന്നി ഭക്തിയുത സേവനം ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ അവ്യക്തിഗത ബ്രഹ്മത്തിൽ അല്ലെങ്കിൽ അവ്യക്തിഗത രൂപത്തിൽ മനസ്സൂന്നി മുന്നോട്ട് വരുന്നവരാണോ? ആരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാനോട്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകങ്ങളിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ തൻ്റെ പക്ഷം അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളത് എന്താണോ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, അല്ലെ? എൻ്റെ വ്യക്തി സ്വരൂപത്തിൽ മനസ്സൂന്നുന്ന ആള് തന്നെയാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഭക്തൻ എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം 2 ശ്ലോകങ്ങളിലെ ഭഗവാൻ അവ്യക്തിഗതവാദി വരുന്ന മാർഗങ്ങളെ കുറിച്ച്, അവ്യക്തിഗതവാദി നേടുന്ന നേട്ടത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു. പിന്നെ അവ്യക്തിഗതവാദി വരുന്ന പാത ദുഷ്കരമാണ്, ക്ലേശോ അധിക തരസ്തേഷാം എന്നാണ് ഭഗവാൻ അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ അവ്യക്തിഗതവാദി വരുന്ന മാർഗം വളരെ ക്ലേശകരമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഭഗവാനിലേക്ക് വരുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഭഗവാൻ പറയാണ്. ഏറ്റവും ആദ്യം പറഞ്ഞു ഭക്തിയോഗമാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭക്തിയോഗത്തിലേക്ക് ഡയറക്റ്റ്ലി വരാൻ, നേരിട്ട് ഭക്തിയോഗത്തിലേക്ക് വരാൻ സാധിക്കാത്ത ആളുകളും ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ ഭഗവാൻ തൻ്റെ ലെവൽ ഇങ്ങനെ, അതായത് പല പല ഓപ്ഷൻസ് ഭഗവാൻ നൽകുകയാണ്. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു മൈ ഏവ മന ആദത്സ്വ മൈ ബുദ്ധിം നിവേശയ. 8-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എന്നിൽ നിന്റെ മനസ്സിനെ ഉറപ്പിക്കുക, അതിന് സാധിച്ചില്ലെങ്കിൽ ബുദ്ധിയെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നീ എന്നെ പ്രാപിക്കും, നീ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ വാഴും എന്ന് ഭഗവാൻ പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു എന്നിൽ മനസ്സുറപ്പിച്ച് നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോഗത്തിന് നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം നീ വളർത്തിയെടുക്കുക. അതായത് ഭക്തിയുത സേവനത്തിന്റെ നിയമങ്ങൾ, 4 നിയമങ്ങൾ പാലിക്കുക, അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുവർത്തിക്കുക. അങ്ങനെ ചെയ്തതുകൊണ്ട് കൃഷ്ണനിലുള്ള ആസക്തി ക്രമേണ വളർത്തിക്കൊണ്ടുവന്ന് ഭഗവാനിലേക്ക് വരാനുള്ള താല്പര്യം ജനിപ്പിക്കുകയും ലക്ഷ്യം പ്രാപിക്കുകയും ചെയ്യാം. അതേക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു ഗുരുവിനെ സ്വീകരിച്ച് ഗുരുവിന്റെ നിർദ്ദേശാനുസരണം ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള കാര്യമായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു ഈ നിബന്ധനകൾ
ഭക്തിയോഗത്തിന് നിബന്ധനകൾ അനുഷ്ഠിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് എങ്കിൽ നീ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ വളരെ മികച്ചൊരു ഭാവാർത്ഥത്തിൽ നമ്മളെടുത്ത് പറഞ്ഞു അല്ലെ, ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മേൽനോട്ടത്തിൽ ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുഷ്ഠിക്കുക അല്ലെ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കുറേയൊക്കെ നമുക്ക് തോന്നും ഇത് ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണല്ലോ എന്ന് തോന്നും. പക്ഷേ നമ്മൾ അതിലേക്ക് ആത്മാർത്ഥതയോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ നിബന്ധനകളൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അതാണ് ഭഗവാൻ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് സുസുഖം കർത്തും അവ്യയം എന്ന് പറയുന്നത്. ഭക്തിയോഗത്തിന് നിബന്ധനകൾ ആദ്യം നമുക്ക് ഒരു കല്ലുകടി പോലെ അല്ലെങ്കിൽ ഭയങ്കര കഠിനമായിട്ട് തോന്നിയാലും പിന്നെ പിന്നെ നമുക്കത് ചെയ്തു വരുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രക്രിയ പോലും നിനക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് എങ്കിൽ നീ എന്ത് ചെയ്യണമെന്നാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ ഭക്തിയോഗത്തിന് നിബന്ധനകള് പരിശീലിച്ചു വരാത്തവർക്കും കൂടി ഇതിലേക്ക് വന്നിട്ട് പരിശീലിക്കാം അല്ലെ. നമ്മളൊക്കെ അതല്ലേ ചെയ്യുന്നത്. നമ്മൾ ജനിച്ചപ്പോൾ ഭക്തിയോഗത്തിലേക്ക് വന്ന ആളുകളല്ല. നമ്മൾ പതിയെ പതിയെ ഇതേക്കുറിച്ചിട്ട് മനസ്സിലാക്കി ഇത് പതിയെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അതിന് വേണ്ടുന്ന അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മുടെ ലൈഫിൽ ചെയ്ത് നമ്മൾ പതിയെ പതിയെ ഇത് അനുഷ്ഠിക്കുകയാണ്. അതാണ് സാധന ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആധ്യാത്മിക പ്രവൃത്തികൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ അതിന് ഒരു സമ്പത്തുള്ള ഒരാൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഭഗവാന് വേണ്ടി അയാൾ കർമ്മം ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഭഗവാന് വേണ്ടിയിട്ടാണ് അല്ലേ, നമ്മൾ ഭഗവാന് വേണ്ടിയാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത്, ഈ കർമ്മത്തിന്റെ ഫലം ഞാൻ ഭഗവാന് വേണ്ടി അർപ്പിക്കും. അങ്ങനെയുള്ള ഒരു തികഞ്ഞ അവബോധത്തോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഇനി അത് സാധിച്ചില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഭഗവാൻ ഈ ഒരു 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ പറയാണ്, നീ അങ്ങനെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാം അല്ലേ, അപ്പോൾ കർമ്മം ചെയ്തിട്ട് കിട്ടുന്ന ഫലത്തെ, റിസൾട്ടിനെ നീ എനിക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുക. അങ്ങനെ നീ ആത്മസ്ഥിതനായി തീരാൻ ശ്രമിക്കുക എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ നമ്മള് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് വരികയാണ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു ഭക്തിയിലേക്ക് തിരിയുമ്പോൾ നമുക്ക് പല എന്താ പറയുക, പല എതിർപ്പുകൾ പല ഭാഗത്തു നിന്ന് നേരിടും. ഈവൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് പല എതിർപ്പുകൾ നേരിടും. ഇപ്പോൾ നമ്മൾ 4 യമനിയമങ്ങൾ പാലിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിലൊന്നാണ് നമ്മൾ മാംസാഹാരം ഭക്ഷിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ വളരെ വലിയൊരു എന്തോ നമ്മൾ തെറ്റ് ചെയ്യുന്നത് പോലെയാണ് മറ്റുള്ളവർ അതിനെ നോക്കിക്കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മളോട് ഇപ്പോൾ നിങ്ങൾ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് മാംസാഹാരം ശരിയല്ല അല്ലെങ്കിൽ അത് തെറ്റായ പ്രവൃത്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നിർത്തുന്നത്. പക്ഷെ നമ്മളുടെ കുട്ടികളെ, നമുക്ക് ആ തിരിച്ചറിവ് വന്നതോടുകൂടി നമ്മൾ നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ അത് പരിശീലിപ്പിക്കും. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ കുറെ അല്ലെ, എത്ര വയസ്സ് വരെ കഴിച്ചിട്ടാണ് ഇത് നിർത്തിയത്, അപ്പൊ അതുവരെ നിങ്ങളുടെ കുട്ടികൾക്ക് കഴിക്കാൻ അനുവദിച്ചുകൂടെ എന്നാണ് അവർ ചോദിക്കുക. അപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമ്മളൊരു എതിർ ചോദ്യം ചോദിക്കും അല്ലെ. ഇപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങളുള്ള ആളുകളായിരിക്കും മാതാപിതാക്കള്. പിതാവിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ മദ്യപാനം ഉണ്ടാവും, റെഗുലർലി ഇല്ലെങ്കിലും ചിലപ്പോൾ ഇടയ്ക്കെങ്കിലും ഉണ്ടാകും. പിന്നെ സിഗരറ്റ് വലിക്കുക അല്ലെ. അപ്പോൾ അവർക്കറിയാം സിഗരറ്റ് വലിക്കൽ തെറ്റാണെന്ന് അറിയാം. എന്നിട്ട് എന്തുകൊണ്ടാണ് അവരുടെ കുട്ടീനെ സിഗരറ്റ് വലിപ്പിക്കാത്തത്? അവർക്കറിയാം അത് തെറ്റാണ് എന്നറിയാം, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പൊ നമ്മൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് പിന്നെ ഉത്തരം പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് തെറ്റാണ് എന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അപ്പോൾ അത് നമ്മളുടെ കുട്ടികളിലേക്ക് നമ്മൾ പകരുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി നമ്മളത് നിർത്തുകയും നമ്മുടെ കുട്ടികളെ അതിൽ നിന്ന് വിലക്കുകയും അവർക്ക് അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് നമ്മൾ മാതാപിതാക്കൾ എന്ന രീതിയിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഭഗവാനിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കാത്ത മാതാപിതാക്കൾ യഥാർത്ഥ മാതാപിതാക്കൾ അല്ല എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഗുരുർന സസ്യാത് ന പിതാന സസ്യാത് ന മാതാന സസ്യാത് എന്നാണ് ഭാഗവതം പറയാ. അപ്പോൾ ഗുരുവിന്റെ ചുമതല എന്ന് പറയുന്നത് എന്താണ്? തന്നെ ആശ്രയിക്കുന്ന തന്റെ ശിഷ്യന്മാരെ ഭഗവാനിലേക്കുള്ള പാത കാണിച്ചു കൊടുക്കുക. മാതാപിതാക്കളെ സംബന്ധിച്ചിട്ട് കുട്ടികളെ ഭഗവാനിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുക. കാരണം അവര് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, അവര് ഭൂമിയിൽ വന്നു ജനിച്ചു, നമ്മുടെ ആഗ്രഹ പൂർത്തിക്കാണ് നമ്മുടെ മക്കള് ജന്മം എടുത്തത്. അപ്പൊ
ശ്രീമദ് ഭാഗവത്തിന് 3-ാമത്തെ കാൻഡോയില് ഒരു കുട്ടി എപ്രകാരമാണ് അമ്മയുടെ ഭ്രൂണത്തിൽ വളരുന്നതും അമ്മയുടെ ഉദരത്തിലെ ഭ്രൂണ രൂപത്തിൽ വളർച്ച പ്രാപിക്കുന്നതും എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് അവിടെ അനുഭവിക്കുന്നതും എന്നതിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് ശ്രീമദ് ഭാഗവത്തിന് 3-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എന്താ പറയാ, വല്ലാത്തൊരു വിഷമം തോന്നും നമുക്ക്. നമ്മളും അതേ അവസ്ഥയിൽ കടന്നു വന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ അനുഭവിച്ചത് ഓർക്കുമ്പോഴാണ് നമുക്കിതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കാം. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഈ കുട്ടി അല്ലെ, നമ്മള് അമ്മമാര് പറയും കുട്ടി ചവിട്ടാണ് അല്ലെ, കുട്ടി ചവിട്ടാണ്. അതെന്താ ചവിട്ടുന്നത്? നമ്മൾ എരിവുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ, ചൂട് ചായ കുടിക്കുമ്പോൾ കുട്ടിക്ക് അവിടെ കിടക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് വളരെ നേരിയ ഒരു സ്ഥലമാണ് ഈ ഗർഭപാത്രവും ആമാശയവും തമ്മിലുള്ളത്. അപ്പൊ അവിടേക്ക് ഈ ചൂട് ചെല്ലുമ്പോൾ കുട്ടിക്ക് അവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാവുമ്പോഴാണ് കുട്ടി ഇങ്ങനെ കിടന്ന് കുതിർന്നതാണ്. അമ്മയ്ക്ക് ചവിട്ടുക അല്ലെ, കുട്ടി നമ്മളെ ചവിട്ടുന്നതായിട്ട് കുട്ടി ചവിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അനുഭൂതിയാണ്. ശരിക്കും കുട്ടി കഷ്ടപ്പെടുകയാണ് അവിടെ, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവസാനം ആ കുട്ടി അവിടെ കിടന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ ഭഗവാനോട് പറയാണ്, ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പുറത്തു വരുമ്പോൾ ഞാൻ അങ്ങയുടെ ഭക്തനായിക്കൊള്ളാം, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞിട്ട് കുട്ടി ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കും. അപ്പോഴാണ് 9-ാമത്തെ മാസം പൂർത്തിയാവുമ്പോൾ അമ്മയുടെ വയറ്റിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ കുട്ടി ഭഗവാന്റെ ഭക്തനാവാനായിട്ടുള്ള വെമ്പലോട് കൂടിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ നിമിഷം തന്നെ കുട്ടിയെ ഈ ത്രിഗുണങ്ങളുടെ പ്രഭാവം ആ കുട്ടിയുടെ മേലെ വരും. അപ്പൊ കുട്ടി പതിയെ പിന്നെ നമ്മള് കുട്ടിയെ കൊഞ്ചിച്ച് താരാട്ടി പാലൂട്ടി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് ഭഗവാനെ കൊടുക്കുന്നില്ല നമ്മള്. അപ്പോൾ ആ കുട്ടി വളർന്നു വരുന്നത് അനുസരിച്ചിട്ട് കുട്ടിക്ക് ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കുക, ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് ആ കുട്ടിയെ ശ്രദ്ധ തിരിച്ചു വിടുക എന്ന് പറയുന്നത് നമ്മളെ മാതാപിതാക്കളുടെ കടമയാണ്. അപ്പോൾ നമുക്കോ അത്തരം ഭാഗ്യങ്ങൾ കിട്ടിയിട്ടില്ല നേരത്തെ. ഇപ്പോഴാണ് നമ്മൾ അതേക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് അത് നൽകാമോ അത്രയും പെട്ടെന്ന് നമ്മളത് നൽകണം. അതാണ് ഒരു ഉത്തമരായിട്ടുള്ള മാതാപിതാക്കളുടെ ചുമതല അല്ലെങ്കിൽ കടമ, ഉത്തരവാദിത്വം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മാത്രമാണ് ഒരു മാതാപിതാക്കൾ, അച്ഛൻ അമ്മ എന്നുള്ള ആ പദവിക്ക് പൂർണ്ണമായിട്ടും അർഹരായിട്ട് മാറുന്നത്. അപ്പോൾ ആ കുട്ടി അത്രയ്ക്കും എന്താ പറയാ വിഷമിച്ചാണ് ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ ആ കുട്ടി ഓരോ നിമിഷവും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, പുറത്തു വന്നാൽ ഞാൻ ഉടനെ ഭക്തനായിക്കൊള്ളാം എന്ന് പറയുകയാണ്. പക്ഷെ പുറത്തു വന്ന് ത്രിഗുണങ്ങള്, സാഹചര്യങ്ങള് ഇതെല്ലാം കൊണ്ട് കുട്ടി മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ കുട്ടിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. നമ്മൾ ഇത്രയും നാളും നോൺ വെജ് കഴിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് എന്തുകൊണ്ട് നീ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ റീസെൻ്റ്ലി മോനെ പഠിക്കാനായിട്ട് കൊണ്ടുപോയ സമയത്ത് അവിടെ ഫുള്ള് നോൺ വെജിന്റെ ഇടയിലോട്ടാണ് അവൻ പോയത്. അപ്പൊ നമ്മൾ വെജിറ്റേറിയൻ ആണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ഹസ്ബൻഡിന്റെ അടുത്ത് ഒരു റഷ്യക്കാരി അമ്മച്ചി ചോദിക്കുകയാണ്, നീയോ നിനക്ക് ബോധമില്ലാണ്ട് വെജിറ്റേറിയൻ ആയി, ഇവനെ എന്തിനു നീ വെജിറ്റേറിയൻ ആക്കി എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടാണിത്. അപ്പൊ നോൺ വെജ് കഴിക്കാതിരിക്കാന്ന് വെച്ചാൽ എന്തോ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നു, ഒരു വലിയ തെറ്റ് നമ്മൾ ചെയ്യാണ്. അതേ തെറ്റ് നമ്മുടെ കുട്ടികളിലേക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ കരുതി വയ്ക്കുന്നത്. അപ്പോൾ നോൺ വെജ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുമ്പോൾ അല്ലെ, നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ ഒരു സസ്യാഹാരം കൊണ്ട് സാധിക്കും. കാരണം നമ്മൾ ദയ എന്ന് പറയുന്ന ആ ഒരു ധർമ്മത്തിന്റെ 4 തൂണുകളിൽ ഒന്നായിട്ടുള്ള ദയയെ നമ്മൾ പാടെ നിഷ്കരുണം തള്ളിക്കളഞ്ഞിട്ടാണ് നമ്മൾ ഈ നോൺ വെജ് കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ നാവിന്റെ കുറച്ച് സമയത്തെ ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭക്ഷണങ്ങളിലേക്ക് ഏർപ്പെടുന്നത്. ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ എന്താണ് കഴിച്ചത് അല്ലെങ്കിൽ രുചി എന്താണെന്ന് നമുക്കറിയില്ല. അതിനുവേണ്ടി നമ്മളൊരു ജീവനെ നമ്മൾ ബലിയാടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തെറ്റ് ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. അപ്പോൾ അത് വളരെ വലിയ ഒരു തെറ്റായിട്ട് കാണും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് പല രീതികളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാനായിട്ട് സാധിക്കും.
അപ്പൊ ഇവിടെ ഇവിടെ പറയാണ്, ഞാനിത് പറയാൻ കാര്യം ഇവിടെ പ്രഭുപാദ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളോട് അനുഭാവം കാണിക്കാൻ സാമൂഹികമോ ഗാർഹികമോ മതപരമായ കാരണങ്ങളോ മറ്റു തടസ്സങ്ങളോ കാരണം ഒരാൾക്ക് സാധിക്കാതെ വന്നേക്കാം. നേരിട്ട് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ബന്ധുക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. അങ്ങനെ പല വിഘ്നങ്ങളും നേരിടാം. ഈ വിഷമഘട്ടങ്ങളിൽ ഒരാൾ ചെയ്യേണ്ടത് തന്റെ പ്രവൃത്തികളുടെ സകല ഫലങ്ങളെയും ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃഷ്ണാവബോധത്തിലേക്ക് വരുമ്പോഴുള്ള എതിർപ്പുകളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് എതിർപ്പുകളെ അതിജീവിച്ചു വന്ന ആളുകളാണ്, പലതരം അപഹാസ്യങ്ങളെ നേരിട്ടിട്ട് വന്ന ആളുകളാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഒരു കാലത്ത് ആളുകൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് അവർ ഒരു കാലത്ത് തിരിച്ചറിയും. പക്ഷെ ഈ ആദ്യ സമയങ്ങളിൽ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയും ഭഗവാന് നാമം പ്രചരിപ്പിക്കാൻ ഭഗവാന്റെ മാല കൊടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭഗവാന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യം മറ്റൊരാളോട് പറയുമ്പോൾ എനിക്ക് ഭ്രാന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഭ്രാന്താണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മഹത്വം അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇതാണ്, ആളുകൾ ഇങ്ങനെ നമ്മളെ പറ്റിയിട്ട് പലതും ചിന്തിക്കും, പലതും പറയും. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നമ്മൾ ആവലാതിപ്പെടേണ്ടതോ ചിന്തിക്കേണ്ടതോ വിഷമിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഇപ്പം അതുപോലെ ഒരാളെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടണം, എത്രമാത്രം നമ്മൾ അവരുടെ പുറകെ നടക്കണം. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശിക്ഷാഗുരു അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഞാനൊരു സുപ്രഭാതത്തിൽ കൃഷ്ണാവബോധം എന്ന് കേട്ടപ്പോൾ കൃഷ്ണാവബോധം അവിടെ ഉണ്ടോ എന്ന് വെച്ച് ഓടിപ്പോയതല്ല. ഞാനും ഇതുപോലെ പല പല കടമ്പകൾ കടന്ന്, അല്ലെങ്കിൽ എൻ്റെ ശിക്ഷാഗുരു അത്രമാത്രം ശ്രദ്ധയോടും ക്ഷമയോടും കൂടി എന്നെ ഉയർത്തിക്കൊണ്ടു വന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്, അത് പഠിക്കാൻ പറ്റുന്നത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്താൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ വന്ന ആളുകളാണ്. ഇപ്പോൾ പ്രഭുപാദ പറയുന്നുണ്ട്, ഇതിൻ്റെ ആദ്യത്തെ ശ്ലോകങ്ങളിലൊക്കെ പറയുന്നുണ്ട്, 2 തരത്തിലുള്ള ആളുകളുണ്ട്. അതായത് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ചാടി പിടിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആ കാറ്റഗറിയിലല്ല. ഞാൻ എത്രമാത്രം പുറകോട്ട് പോകാമോ അത്രമാത്രം പുറകോട്ട് പോയിട്ട് ഒരു നിവൃത്തിയില്ലാതെ ഇതിലേക്ക് വന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിനക്ക് അത് പറ്റിയില്ലെങ്കിൽ ഇതിലേക്ക് വരൂ, ഇത് പറ്റിയില്ലെങ്കിൽ അത് ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്നെ കുറിച്ചിട്ടുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സർവകർമ്മ ഫലങ്ങളെയും ത്യജിച്ച് ആത്മസ്ഥിതനായി തീരാൻ ശ്രമിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട് അല്ലെ, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അന്ധകാലേ ചമാമേവ സ്മരൺ മുക്ത കലേവരം യപ്രയാതി സമദ്ഭാവം യാതീനാദി അത്ര സംശയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിക്ഷാഗുരുവിന്റെ ക്ലാസ്സിന് പോയിട്ട് ഈ ഒരു ശ്ലോകം പഠിച്ചപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വഴക്കിട്ടു അല്ലെ, നമുക്ക് കീ പോയിന്റ് കിട്ടി, നമുക്ക് എന്താ അറിവ് കിട്ടി, ഇനി മരിക്കുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങോട്ട് വിചാരിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് ഇതിൻ്റെയൊക്കെ പിന്നാലെ പോണേ, ഈ ക്ലാസ്സിന് പോണേ എന്തിനാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഹസ്ബൻഡ് പറയും അത് അങ്ങനെ എളുപ്പമല്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ എന്താ പറയാ, എന്താണ് ആ എളുപ്പമല്ല എന്ന് പറയുന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് ബോധ്യപ്പെട്ടത്. ഇപ്പോൾ എനിക്കറിയാം, അന്ധകാലേ ചമ്മാമേവ സ്മരൺ മുക്തോ കലേവരം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഭ്യാസത്തിലൂടെ വന്നാൽ മാത്രമേ, നമ്മൾ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് നമ്മൾ അതിലൂടെ വന്നാൽ മാത്രമേ നമ്മുടെ മരണസമയത്തും നമുക്കത് ഓർമ്മ വരൂ. നമ്മൾ എന്താണോ ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് അത് മാത്രമേ മരണസമയത്ത് പ്രതിഫലിക്കൂ, അല്ലാതെ ഇവിടെ മാജിക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് അറിവുണ്ട് അല്ലെ, എനിക്ക് കീ പോയിന്റ് ഉണ്ട്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്ന സമയത്ത് എന്നെ ചിന്തിച്ചാൽ നീ എൻ്റെ ധാമത്തിലേക്ക് വരും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി മരണസമയത്ത് നമുക്കങ്ങനെ ഭഗവാനെ ഈസി ആയിട്ട് വിചാരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും ആദ്യത്തെ കാരണം എന്താണ്, നമ്മൾ എപ്പോഴാണ് മരിക്കണേന്ന് നമുക്കറിയില്ല അല്ലേ. നമ്മൾ മരിക്കുന്ന സമയത്ത് ഏതവസ്ഥയാണ്, എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു, പിന്നെ അത് മാത്രമല്ല, ഭഗവാനെ അങ്ങനെ വിചാരിക്കാൻ സാധിക്കില്ല, അത് ഈസി അല്ല, എളുപ്പമല്ല.
കാരണം ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ സ്മരണയിൽ നമുക്ക് ശരീരം വെടിയാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ കുറെ എന്താ പറയുക അഹങ്കാരത്തിൽ ചിന്തിക്കുക, നമ്മൾ കുറെ ഗിമ്മിക്സ് കാണിക്കാമെന്ന് വിചാരിക്കുക, ഇതൊന്നും ഇവിടെ വിലപ്പോവില്ല, നടപ്പില്ല. ഭഗവാൻ വിചാരിക്കണം. ഭഗവാനെ നമ്മൾ മരണസമയത്ത് വിചാരിച്ചിട്ട് ആ സ്മരണയിൽ ഈ ശരീരം വെടിയണമെന്ന് ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഭക്തന്മാരുടെ സഹായവും കൂടി വേണം, അല്ലാതെ നമുക്ക് ഒരിക്കലും അങ്ങനെ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അയൽവക്കത്തെ വീട്ടിലെ പട്ടിയുടെ കുരയായിരിക്കും നമ്മുടെ ചെവിയിലേക്ക് വരിക, അവിടെ തീർന്നു നമ്മുടെ ആ കാര്യം. യം യം വ്യാപി സ്മരൺ ഭാവം തെജത്യന്തേ കലയവരം. നീ എന്താണോ ശരീരം വെടിയുന്ന സമയത്ത് ചിന്തിക്കുന്നത് അതാണ് നിന്റെ അടുത്ത ശരീരം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത്രമാത്രം ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ കൃഷ്ണാവബോധത്തിൽ ഇരുന്നാൽ മാത്രമേ നമ്മുടെ അന്ത്യസമയത്ത് അത് പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളോട് അനുഭാവം കാണിക്കാനായിട്ട് നമുക്ക് പല പല തടസ്സങ്ങൾ ഉണ്ടാവാം. പല സാമൂഹികമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം, കുടുംബത്തിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാവാം, ബന്ധുമിത്രാദികളിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതിലൊന്നും നമ്മൾ പതറരുത്. നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ പതറാതെ നമ്മൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതിനെ മുൻനിർത്തി മുന്നോട്ട് പോവാം. ഇപ്പൊ നമ്മൾ ഈ നോൺ വെജ് ഒക്കെ നിർത്തി ഇല്ലേ, ഇപ്പൊ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പൊതുവെ ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് നമ്മളെ വിരുന്നുകാരായിട്ട് അവർ നമ്മളെ റിസീവ് ചെയ്യുമ്പോൾ നോൺ വെജ് തന്നിട്ടാണ് സ്വീകരിക്കുക. അപ്പൊ ഞങ്ങള് ശിക്ഷാ ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിനെ അതിജീവിക്കും, അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ നമ്മൾ അതിജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ നോൺ വെജ് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ നിങ്ങളുടെ പ്രിൻസിപ്പിൾ എന്താണോ, നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നി നിങ്ങൾ അനുവർത്തിക്കുന്നത് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ ഭയങ്കര ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ നോൺ വെജ് നമ്മുടെ മുൻപിലേക്ക് വെക്കുമ്പോൾ നമ്മളത് കഴിക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ വില എന്ന് പറയുന്നത് അവിടെ തീർന്നു അല്ലേ. പിന്നെ ഇവര് വലിയ വാചകമൊക്കെ അടിക്കും, പക്ഷെ ഇവരെന്താണ് കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ആ ഒരു അത്രയും നാളും നമ്മൾ സംഭരിച്ചു കൊണ്ടുവന്ന എല്ലാ വെയിറ്റും അവിടെ പോയി. പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾക്കൊന്നും വിലയുണ്ടാവില്ല. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് വന്നത് നമുക്കിത് ശരിയെന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ ആ ശരിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. എന്ത് സാഹചര്യം വന്നാലും അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും, പലതരത്തിൽ കളിയാക്കലുകൾ നേരിടും, പലതരം എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് നേരിടും. പക്ഷെ നമ്മൾ ഉറച്ചു നിൽക്കുക. ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഈ കുറി അല്ലേ, ഇത് തിലകം തൊടുമ്പോൾ നമ്മള് തിലകം തൊട്ടിട്ട് ഈ തുളസിയൊക്കെ തൊട്ട് ഇങ്ങനെ പോകുമ്പോൾ ആദ്യ സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഒരു ചമ്മല് അല്ലേ, നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പുറത്തിറങ്ങാൻ. പിന്നെ അത് നമുക്കിത് എന്തിനാണ് എന്നറിയാം. അപ്പോൾ ആ ഒരു കാര്യം ബോധ്യപ്പെട്ടപ്പോൾ നമുക്ക് പിന്നെ മടിയൊന്നുമില്ല പുറത്തിറങ്ങണം. അപ്പോൾ ഈ നമ്മളിപ്പോൾ റോട്ടിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഓട്ടോറിക്ഷക്കാരൊക്കെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് ചേച്ചി തിലകം ഇങ്ങനെ ഇത് ഈ പൊട്ട് മൂക്കിലേക്ക് വലിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല തിലകം തൊട്ടത്. അപ്പൊ പെട്ടെന്ന് നമ്മളും എന്ന് വിചാരിക്കും ആദ്യമൊക്കെ. പിന്നെ നമുക്ക് മനസ്സിലാവും ഇവരെന്താ ഉദ്ദേശിക്കണേ. അപ്പൊ അങ്ങനെ ഇപ്പോൾ പക്ഷെ നമ്മളത് നിർത്താണ്ട് നമ്മളത് തുടർന്ന് പോരുമ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം നമ്മൾ ഇസ്കോൺ ആണ് എന്നറിയുന്നത് ഈ തിലകം കൊണ്ടിട്ടാണ്, ഈ പൊട്ട് കണ്ടിട്ടാണ് അവർ മനസ്സിലാക്കുക. ഇപ്പോൾ ആൾക്കാർക്ക് കുറെ കൂടി അവയർനെസ് ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഹരേ കൃഷ്ണക്കാരാണോ എന്ന് ചോദിക്കും. അപ്പോൾ അതെ അല്ലേ, നമ്മൾ അഭിമാനത്തോടു കൂടി പറയണം നമ്മൾ ഹരേ കൃഷ്ണക്കാരാണ്. പിന്നെ തുളസിമാല കാണുമ്പോഴും പലരും വന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ തുളസിമാല കാണുമ്പോൾ തിലകം കാണുമ്പോഴൊക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ നല്ല കാര്യം ഫോളോ ചെയ്യുന്ന ആളുകളാണ് എന്ന്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ചുറ്റും. അപ്പോൾ പ്രഭുപാദ ഇവിടെ പറയുകയാണ്, നമ്മൾ ഇങ്ങനെ എതിർപ്പുകളൊക്കെ നേരിടുമ്പോൾ നമ്മൾ അതിൽ തളരാതെ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാന് വേണ്ടി നമ്മുടെ ഇപ്പോൾ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പ്രവർത്തനം കൊണ്ട് തന്നെ നിനക്ക് പരിപൂർണതയിലേക്ക് വരാമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ പ്രഭുപാദ പറയാണ്, ഇപ്പൊ നിനക്ക് ആ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളെ ഭഗവാന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. ഇപ്പൊ നമ്മള് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിലേക്ക് എന്തെങ്കിലും ദാനധർമ്മത്തിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള
സാമൂഹിക കാര്യങ്ങൾക്ക് അത് വിനിയോഗിക്കാം. ഇവിടെ പ്രഭാത പറയുന്നു, ഏതെങ്കിലും ആശുപത്രികൾ കെട്ടാനോ ധർമ്മസ്ഥാപനങ്ങൾക്കോ സാമൂഹിക സ്ഥാപനങ്ങൾക്കോ ഒക്കെ നിങ്ങൾക്ക് ഉദാരമായിട്ട് സംഭാവന ചെയ്യാം, ദാനം നൽകാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ദാനം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന് വേണ്ടിയിട്ട് നമ്മുടെ ധനത്തെ വിനിയോഗിക്കുക. അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന്, അതിൻ്റെ പാപഫലങ്ങളിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുന്നത് ഈ നമ്മളുടെ ധനത്തെ നമ്മൾ ദാനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ ദാനം ചെയ്യുമ്പോഴാണ് നമ്മുടെ ധനം ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഭഗവാന് വേണ്ടി നമ്മൾ ചിലവാക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവാതിരിക്കുക. ഇപ്പം നമ്മൾ ആശുപത്രികൾക്കോ സാമൂഹിക സ്ഥാപനങ്ങൾക്കോ ഒക്കെ നമ്മൾ ഉദാരമായിട്ട് സംഭാവന ചെയ്യുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുക? കുറേ പുണ്യം ലഭിക്കും അല്ലേ? അപ്പോൾ പുണ്യം ലഭിക്കുമ്പോഴോ നമ്മൾ വീണ്ടും ജനിക്കണം. ഇവിടെ ക്ഷീണേ പുണ്യേ മർത്തി ലോകം വിശന്തി എന്ന ഭഗവാൻ പറയാ. കാരണം എന്താണ്? ഈ പുണ്യത്തിനും പാപത്തിനും ഒക്കെ നമുക്ക് വീണ്ടും ഇനി ശരീരം സ്വീകരിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഭഗവാന് വേണ്ടി നമ്മൾ നമ്മുടെ ധനത്തെ വിനിയോഗിക്കുമ്പോൾ അവിടെ കർമ്മഫലങ്ങളില്ല, അവിടെ സീറോയാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഇവിടേക്ക് ജനിക്കേണ്ടി വരില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ജന്മത്തിലെ ഭഗവദ്ധാമത്തിലേക്ക് പോകുവാനുള്ള യോഗ്യത കൈവരിച്ചാൽ പിന്നീട് ഒരിക്കലും ഈ പുണ്യപാപങ്ങളുടെ പേരിൽ നമ്മൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ദാനം ചെയ്യുമ്പോൾ അത് ആലോചിച്ച് ചിന്തിച്ച് ഭഗവത് കാര്യങ്ങൾക്ക് വേണ്ടി, ഭഗവാന് വേണ്ടി വിനിയോഗിക്കുക. നമ്മൾ ഭഗവത്ഗീത ദാനം ചെയ്യാം, ഭാഗവതം ദാനം ചെയ്യാം, അതുപോലെ പുസ്തകദാനം, അതൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള ദാനമാണ്. അക്ഷരദാനം ശ്രേഷ്ഠമായിട്ടുള്ള ദാനമാണ്. അതുപോലെ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ധനത്തെ ഉപയോഗിക്കാം. സന്യാസിമാർക്ക് ദാനം നൽകാം. ശരിക്കും സന്യാസിമാർക്ക് ദാനം നൽകേണ്ടത് ഗൃഹസ്ഥാശ്രമികളാണ്. ബ്രഹ്മചാരികളെയും സന്യാസികളെയും പോറ്റേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന വെൽഫെയർ ആക്ടിവിറ്റീസിന് ദാനം നൽകേണ്ടത് ഗൃഹസ്ഥാശ്രമികളുടെ ചുമതലയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ധനത്തിനെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയാണ്, ഇതും ഒരു പരിശ്രമ ഫലത്യാഗമാണ് എന്ന് പറയാണ്. കാരണം നമ്മുടെ പരിശ്രമമാണ് നമ്മൾ സമ്പാദിക്കുന്ന നമ്മുടെ ധനം. അപ്പോൾ ആ ധനത്തെ നമ്മൾ ഭഗവാന് വേണ്ടി ദാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാമൂഹിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക? നമുക്ക് ക്രമേണ മനഃശുദ്ധി ഉണ്ടാകുമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നമ്മൾ ഈ ധനത്തിൻ്റെ വിനിയോഗം അത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ, ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ധനത്തിന് മേലുള്ള ആസക്തി കുറഞ്ഞു വരികയും നമുക്ക് മനഃശാന്തി ഉണ്ടാവുകയും മനഃശുദ്ധി ഉണ്ടാവുമെന്ന് പറയാണ് പ്രഭുപാദ. അങ്ങനെ ആ മനഃശുദ്ധി നമുക്ക് ക്രമേണ ആർജിച്ച് നമുക്ക് കൃഷ്ണാവബോധത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ അതും ഒരു ഉപായമായിട്ട്, അല്ലെങ്കിൽ ഒരു മാർഗമായിട്ടാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. അപ്പോൾ ആ ഒരു മാർഗത്തെയും ഭഗവാൻ ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, ശുപാർശ ചെയ്യാണ്, റെക്കമെൻഡ് ചെയ്യാണ്. കാരണം ഭഗവാൻ എന്താ വിചാരിക്കുന്നത്? നമ്മൾ അങ്ങനെയെങ്കിലും ഭഗവാന്റെ അടുത്തേക്ക് വരട്ടെ എന്നാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. കേന പ്രകാരേണ മനകൃഷ്ണ നിവേശയേതെന്നാ പറയുന്ന ശാസ്ത്രം. അപ്പൊ ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ, മാർഗത്തിലൂടെ ഭഗവാനിലേക്ക് നമുക്ക് അടുക്കാനായിട്ട് സാധിക്കണം. ഭഗവത് കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ, പ്രവൃത്തികളെ ഏർപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് ഈ കൃഷ്ണാവബോധത്തിലേക്ക് വരുമ്പോൾ എന്താണ്? നമ്മൾ അവിടെ ഓൾറെഡി മനഃശുദ്ധി ഉള്ളവരാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ എല്ലാ ഇന്ദ്രിയങ്ങളെ നമുക്ക് ഭഗവാന്റെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ സാധിക്കും, ശരീരത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കും, നമ്മുടെ പ്രവൃത്തികളെ ശുദ്ധീകരിക്കാൻ സാധിക്കും, നമ്മുടെ ദാനധർമാദികളെ ശുദ്ധീകരിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാം നമുക്ക് ഭഗവത് സേവനത്തിലേക്ക് ഏർപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിലേക്ക് മുഴുകുമ്പോൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കൃഷ്ണാവബോധത്തിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ അതിനു വേണ്ടി നമ്മൾ മറ്റുള്ളതിൻ്റെ ഒന്നും പിന്നാലെ പോകണ്ട. നമുക്ക് ശുദ്ധി വരുത്താൻ, അല്ലെങ്കിൽ ശുദ്ധത കൊണ്ടുവരാനായിട്ട് മറ്റൊന്നിൻ്റെയും പിന്നാലെ പോവണ്ട എന്ന് പറയാണ്. കാരണം കൃഷ്ണാവബോധം എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാ ശുദ്ധികളും നേടിത്തരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ നാമമാണ് അവിടെ ജപിക്കുന്നത് അല്ലേ? ഭഗവാന്റെ അതീന്ദ്രിയ നാമം ജപിക്കുമ്പോൾ നമുക്ക് എല്ലാ ശുദ്ധിയും കൈവരും. പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിനത്വം നാമനാമിനെ എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലേ? ഭഗവാന്റെ നാമം നമുക്ക് പൂർണ്ണശുദ്ധിയും നിത്യമുക്തതയും
പ്രദാനം ചെയ്യാനായിട്ട് കഴിവുള്ളതാണ്. അപ്പോൾ നമ്മൾ നാമം ജപിക്കുമ്പോൾ, അതീന്ദ്രിയ നാമജപത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ശുദ്ധി താനേ വരും. നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കൃഷ്ണാവബോധത്തെ സ്വീകരിക്കാൻ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ സ്വന്തം കർമ്മഫലങ്ങളെ ത്യജിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം. ഇപ്പൊ നമുക്ക് കൃഷ്ണാവബോധത്തിലേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുകൾ, മറ്റുള്ള എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർമ്മഫലങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ദാനധർമാദികൾ കൊണ്ട് നമുക്ക് കുറേയൊക്കെ ഈ കൃഷ്ണാവബോധത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പതിയെ പതിയെ സാധിക്കും. അങ്ങനെ നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് നമുക്ക് പിൽക്കാലത്ത് നല്ല രീതിയിൽ മുഴുകാനായിട്ട് സാധിക്കും. അപ്പോൾ സാമൂഹിക സേവനമോ സമുദായ സേവനമോ രാജ്യസേവനമോ രാജ്യത്തിന് വേണ്ടിയുള്ള ത്യാഗമോ ചെയ്യുന്നത് കൊണ്ട് ഒരു കാലത്ത് ശുദ്ധ ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടാവുന്ന നിലയിലേക്ക് ഉയരാം, അല്ലേ? കാരണം നമ്മൾ നമ്മുടെ പ്രവൃത്തിയുടെ ഫലത്തെ, അല്ലെ, നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗത്തെ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഭഗവാന് വേണ്ടി നമ്മൾ ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാനൊക്കെ ആ പ്രവൃത്തി കൊണ്ട് സാധിക്കും. ഇപ്പോൾ ശ്രീല പ്രഭുപാദരുടെ അടുത്ത് പോയിട്ട് ഒരു ചെറുപ്പക്കാരനാണ്, എനിക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങണം എന്നുണ്ട്, കുറെ ആളുകൾക്ക് അതിനകത്ത് ജോലി കൊടുക്കണം എന്നുണ്ട്, അപ്പോൾ ഞാനത് ചെയ്യട്ടെ പ്രഭുപാദ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ വിചാരിച്ചെന്താണ്? പ്രഭുപാദ പറയും, അല്ലേ, നീ ജോലിക്കൊന്നും പോവണ്ട, കൃഷ്ണാവബോധത്തിലേക്ക് വന്നിട്ട് ഫുൾ ടൈം ഒരു ഡിവോട്ടിയായിട്ട് ഒരു ഭക്തനായിട്ട് ഇവിടെ ഇരുന്നോളൂ എന്ന് പറയുന്നതാണ് വിചാരിച്ചത്. പക്ഷെ പ്രഭുപാദ പറഞ്ഞു, നീ തീർച്ചയായിട്ടും അത് ചെയ്യണം, നീ ആ പ്രസ്ഥാനം തുടങ്ങണം, നീ ആ സ്ഥാപനം തുടങ്ങണം, നീ നിന്റെ ചിന്തയിലുള്ള ആളുകൾക്ക്, അത്രയും ആളുകൾക്ക് നീ ജോലി കൊടുക്കണം, എന്നിട്ട് നിനക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 50% നീ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് പണിക്കൊന്നും പോവാണ്ട്, അല്ലെ, ജോലിക്കൊന്നും പോവാതെ ചുമ്മാ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ഒരു മാല എടുത്ത് ജപിച്ചോണ്ടിരിക്കാം എന്ന് പറയുന്നത് കൃഷ്ണാവബോധം അല്ല. അത് നമ്മളുടെ എന്താ പറയുക, തെറ്റായിട്ടുള്ള ബോധമാണ്. അപ്പോൾ അതല്ല ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ജോലിക്ക് പോവുക, നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കുക, അതിനോടൊപ്പം നമ്മൾ കൃഷ്ണാവബോധം കൊണ്ടുപോവുക. അല്ലാതെ നമ്മൾ എല്ലാം മാറ്റി വെച്ചിട്ട് മാല പിടിച്ചിരുന്ന് ജപിക്കലല്ല കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ഭഗവാൻ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ലേ, യത് കരോഷി യദസ്നാസി യജ്ജുഘോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തക്കുരുഷ മതർപ്പണം എന്നാ പറയാ. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ അത് എനിക്ക് വേണ്ടി ചെയ്യാം, അത്രയും മതി. ഞാനൊരു ദാനം കൊടുക്കുകയാണ്, ഓക്കെ, ഭഗവാന് വേണ്ടി കൊടുക്കുക. ഞാൻ ഏകാദശി നോക്കുകയാണ്, ഓക്കെ, അതിൻ്റെ റിസൾട്ട് ഭഗവാന് വേണ്ടി കൊടുക്കുക, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി കൊടുക്കുക. നാമം ജപിക്കുകയാണ്, ഭഗവാന്റെ അതീന്ദ്രിയ നാമം ജപിക്കുക. എൻ്റെ കുടുംബത്തിനെ ഞാൻ സംരക്ഷിക്കുകയാണ്, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. ഭഗവാനെ കൂടെ ആ കുടുംബത്തിൻ്റെ കൂടെ കൊണ്ടുപോവുക. ഭഗവാനെ മധ്യസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, കുടുംബത്തിൻ്റെ നാഥനായിട്ട് ഭഗവാനെ കണക്കാക്കിക്കൊണ്ട് ഭഗവാന്റെ ചുറ്റും നമ്മുടെ കുടുംബാംഗങ്ങളെയും നിർത്തി എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോവുക. ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കും, അല്ലേ? ഭഗവാൻ പറയുന്നില്ലേ, ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നില്ലേ, യഥാ തരോർമൂല നിഷേചനേന തൃപ്ത്യന്തി തദ്ഭുജോപശാഖ, അല്ലെ, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് വെള്ളമൊഴിച്ചാൽ, അല്ലെ, ആ വെള്ളം ആ വേര് വലിച്ച് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കും. ഇലകൾക്കും ശാഖകൾക്കും പൂക്കൾക്കും കായ്ഫലങ്ങൾക്കും എല്ലാം ആ വെള്ളം എത്തിക്കാൻ ആ വേരിന് സാധിക്കും. ആ തായ് വേരാണ് ഭഗവാൻ. ആ വൃക്ഷത്തിന്റെ, ആ മഹാവൃക്ഷത്തിന്റെ വേരാണ് ഭഗവാൻ. അപ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ എല്ലാവരിലേക്കും ആ സന്തോഷം എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ലോകത്തിനെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ സന്തോഷിച്ചാൽ എല്ലാവരും സന്തോഷവാന്മാരാവും. കാരണം സന്തോഷത്തിന്റെ നിറസംഭരണി എന്ന് പറയുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഈ രാജ്യസേവനത്തിലോ സാമൂഹിക സേവനത്തിലോ ഒക്കെ ഏർപ്പെട്ട് ഇനി കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ സാധിച്ചില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്.
അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള രീതികളിലൊക്കെ ദാനധർമാദികൾ നടത്തി മനഃശുദ്ധി കൈവരിച്ച് പതിയെ പതിയെ കൃഷ്ണാവബോധത്തിലേക്ക് വന്ന് പൂർണ്ണമായിട്ടും അതിൽ ഏർപ്പെടാമെന്നാണ് പ്രഭുപാദ പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശുദ്ധി കൈവരിക്കാൻ, മനഃശുദ്ധി കൈവരിക്കാനും ഭക്തിപൂർവം ഭഗവത് സേവനത്തിലേക്ക് ഏർപ്പെടാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ വിധത്തിലും ഭഗവാനിലേക്ക് വരാമെന്ന് ഭഗവാൻ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം നീ പരിപൂർണത നേടുമെന്ന് പറയുന്നത്. ഇനി എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, എന്നെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അവബോധത്തോടു കൂടി നിനക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ സർവകർമ്മ ഫലങ്ങളെയും ത്യജിച്ച് നീ ആത്മസ്ഥിതനായി തീരാൻ ശ്രമിക്കുക. നിന്റെ പ്രവൃത്തിയുടെ ഫലം നീ എനിക്ക് വേണ്ടി അർപ്പിക്കുക. അങ്ങനെയും നിനക്ക് പരിപൂർണതയിലേക്ക് വരാമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം നോക്കൂ അല്ലേ. ഭഗവാൻ എനിക്ക് ഇന്നത് വേണം, ഇതിലൂടെ മാത്രമേ നീ വരാവൂ എന്ന് പറയുന്നില്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണോ, നമ്മൾ ഏത് നിലയിലാണോ നിൽക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് നമുക്ക് പുരോഗമിച്ച്, നമുക്ക് മനഃശുദ്ധി കൈവരിച്ച്, നമുക്ക് പതിയെ പതിയെ ഭഗവത് സേവനങ്ങളിലേക്ക് വരാം, ഭഗവാന്റെ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. അങ്ങനെ നമുക്ക് ഭക്തിയിൽ ഉയർന്നു വരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിലയ്ക്കനുസരിച്ച്, നമ്മുടെ നിലയിൽ നിന്നുകൊണ്ട് ഉയർന്നു വരാനായിട്ടുള്ള ഒരു പ്രതീക്ഷ നൽകുകയാണ് ഭഗവാൻ, ഒരു ചവിട്ടുപടി നൽകുകയാണ് ഭഗവാൻ. അല്ലാതെ നീ ഇങ്ങനെ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ സ്വീകരിക്കില്ല എന്ന് ഒരിക്കലും ഭഗവാൻ പറയുന്നില്ല. അത്രമാത്രം കാരുണ്യമാണ് ഭഗവാന് നമ്മളോട് ഓരോരുത്തരോടുമുള്ളത്. അപ്പോൾ ഭഗവാൻ പറയാണ് 18-ാമത്തെ അധ്യായത്തിന്റെ 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതായിട്ട് പ്രഭുപാദ ഇവിടെ പറയുന്നു, യഥ പ്രവൃത്തിർ ഭൂതാനാം എന്ന്. അതായത് പരമലക്ഷ്യത്തെ മുൻനിർത്തി ത്യാഗത്തിന് സന്നദ്ധനാക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ പരമലക്ഷ്യം കൃഷ്ണനാണ് എന്ന് അറിയില്ലായിരിക്കാമെന്ന് പറയാണ് അല്ലെ. അപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് എതിർപ്പുകൾ വരുമ്പോൾ നമ്മൾ പ്രവൃത്തിയുടെ ഫലത്തെ ഭഗവാൻ അർപ്പിക്കുക. പക്ഷെ ആ അർപ്പിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഇത് ഞാൻ കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആ പരമസത്യം ചിലപ്പോൾ അറിവില്ലായിരിക്കാം. എന്നാലും കുഴപ്പമില്ല എന്ന് പറയാണ്. കാരണം അയാൾ ചെയ്യുന്ന ത്യാഗത്തിന്റെ ഫലമായിട്ട് അയാൾക്ക് പതിയെ പതിയെ ഈ അറിവ് ഭഗവാൻ നൽകുമെന്ന് പറയാണ്. അപ്പൊ അങ്ങനെ അറിവ് ലഭിക്കുമ്പോൾ അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള അവബോധത്തോടു കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ത്യാഗത്തിലൂടെയും അല്ലെ പരമലക്ഷ്യം പ്രാപ്തമാക്കാനായിട്ട് ഈ ത്യാഗം വഴി എങ്കിലും നിനക്ക് വരാമെന്ന് പറയാണ് അല്ലെ. അപ്പൊ നമ്മള് സമ്പാദിക്കുന്ന ആ ഒരു നമ്മുടെ വരുമാനത്തെ അല്ലെ നമുക്കങ്ങനെ ഈസി ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അവിടെ നമുക്കൊരു എന്താ പറയാ, ഒരു പെയിൻ ഉണ്ട് അല്ലെ, ഒരു വേദനയുണ്ട്, നമുക്കങ്ങനെ ഈസി ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ പെയിനിൽ നിന്ന്, ആ വേദനയിൽ നിന്നാണ് നമ്മൾ മനഃശുദ്ധി കൈവരിക്കുക. അപ്പൊ നമ്മൾ ആ വേദനയോടുകൂടി അല്ലെ ശരിക്കും ഉരുകിയിട്ടാണ് നമ്മൾ കൊടുക്കുക അല്ലെ, സന്തോഷത്തോടു കൂടി ദാനം കൊടുക്കില്ല. അപ്പൊ നമ്മൾ നിർബന്ധിതരാവുകയാണ് ദാനം കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ഉരുകി നമ്മൾ കുറച്ച് ഇങ്ങനെ വിഷമിച്ച് ആ ദാനം കൊടുക്കുമ്പോൾ ആ വിഷമത്തിലൂടെ നമ്മളുടെ ആ ഒരു ഉരുകലിലൂടെയാണ് നമുക്ക് ശുദ്ധി കൈവരിക്കാൻ സാധിക്കുന്നത് ആക്ച്വലി. അപ്പൊ ദാനം എപ്പോഴും അങ്ങനെയാണ് കൊടുക്കുക. ശരിക്കും യഥാർത്ഥത്തിൽ ദാനം നമ്മൾ പറയില്ലേ, പാത്രം അറിയാതെ എന്തോട്ടാ ഒരു ചൊല്ല് പറയില്ലേ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയും. അപ്പൊ അങ്ങനെ കൊടുക്കണം, ഇരു ചെവി അറിയാതെ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ കൊടുക്കുക. പക്ഷെ ഇന്നത്തെ ദാനമൊക്കെയോ നമ്മൾ ആർക്കെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 പേരോട് നമ്മളായിട്ട് പോയിട്ട് പറയും, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാനുള്ളൊരു ശ്രമമെങ്കിലും നമ്മൾ നടത്തും. അതൊക്കെയാണ് ദാനം ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ദാനം നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഉരുകലിലൂടെ എന്താ പറയാ, ഒരു ഇതാണ് നമുക്ക്, അത് എങ്ങനെയാ എനിക്ക് പ്രതിഫലിപ്പിക്കാൻ അറിയില്ല. അപ്പൊ ആ ഒരു വിഷമത്തിലാണ് നമ്മൾ ദാനം ചെയ്യുക. പക്ഷെ എന്നാലും ഭഗവാൻ പറയാണ് അല്ലെ, അതും ഞാൻ നല്ല രീതിയിൽ സ്വീകരിക്കുമെന്ന് പറയാണ്. നിനക്ക് മനഃശുദ്ധി കൈവരും, നീ അങ്ങനെയാണെങ്കിലും ദാനം ചെയ്താൽ മതി. നിന്റെ കർമ്മഫലം എനിക്കായിട്ട് അർപ്പിക്കുമ്പോൾ നിനക്ക് യഥാർത്ഥത്തിൽ അതിന്റെ മൂല്യം അറിയില്ലെങ്കിലും അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് അതിന്റെ പരമലക്ഷ്യം എന്താണ് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പലതവണ നീ അത് ആവർത്തിക്കുമ്പോൾ ആ ത്യാഗത്തിലൂടെ നിനക്ക് എന്നിലെത്താനുള്ള അറിവ് ഞാൻ നൽകുമെന്ന് ഭഗവാൻ പറയണം.
അപ്പോൾ ഭഗവാന്റെ കാരുണ്യമാണ് നമുക്ക് ഈ ഓരോരോ ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, അവ്യക്തഗതവാദി വരുന്നത് ശ്രമകരമായിട്ടുള്ള ക്ലേശകരമായിട്ടുള്ള പാതയിലൂടെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ ആരും അതിൻ്റെ പിന്നാലെ പോവരുത്, ആ വഴി സ്വീകരിക്കരുത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് വളരെ വളരെ ശ്രമകരമായിട്ടുള്ള ക്ലേശം നിറഞ്ഞ മാർഗമാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറയാണ്, ആ ജ്ഞാനിക്കും അല്ലെ, ആ അവ്യക്തിഗതവാദിക്കും എന്നിൽ എത്തിച്ചേരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അത്രമാത്രം കരുണയാണ് ഭഗവാൻ നമ്മളോട് ഓരോരുത്തരോടും ഉള്ളത്. അപ്പൊ ആ കരുണയ്ക്ക് പാത്രമാകുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നത് ഈ അറിവുകളൊക്കെ നമുക്ക് ആർജിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, നീ എനിക്ക് വേണ്ടി എന്നെ മുൻനിർത്തി അല്ലെങ്കിൽ എൻ്റെ ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സർവകർമ്മ ഫലങ്ങളെയും നീ എനിക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുക എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം ഭഗവാൻ അങ്ങനെ ഓരോരോ ശ്ലോകങ്ങളിലൂടെ ഭഗവാന്റെ ആ ഒരു ഭഗവാന്റെ അടുത്തേക്ക് പോകുവാനുള്ള ആ ഒരു മാർഗത്തെ ഭഗവാൻ ഇങ്ങനെ ലഘൂകരിച്ച് നമ്മളുടെ മാർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ഭഗവാനിലേക്ക് ഉയരാനുള്ള സാഹചര്യം ഭഗവാൻ നമുക്ക് സൃഷ്ടിച്ചു തരികയാണ്. ഇനി അടുത്ത ശ്ലോകത്തിലും ഭഗവാൻ ഇതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 13ാമത്തെ ശ്ലോകം മുതൽ 20ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ ഒരു ഭക്തൻ ആർജിക്കേണ്ട കഴിവുകളെക്കുറിച്ച്, യോഗ്യതകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് അടുത്ത വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ 8ാമത്തെ ശ്ലോകം മുതലാണ് ഭഗവാനിലേക്ക് വരാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് പറയുന്നത്. 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, എന്നിൽ മനസ്സുറപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ബുദ്ധിയെ വ്യാപരിപ്പിക്കുക, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് എന്നിലേക്ക് വരാമെന്ന് പറഞ്ഞു. 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, നീ എന്നിൽ മനസ്സുറപ്പിക്കാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഭക്തിയോഗത്തിന് നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക, അങ്ങനെയും നിനക്ക് എന്നിലേക്ക് വരാം എന്ന് പറഞ്ഞു. ഇനി ഭക്തിയോഗത്തിന് നിബന്ധനകൾ അനുഷ്ഠിക്കാൻ നിനക്ക് സാധിച്ചില്ല എങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. 11ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, എന്നെ കുറിച്ചിട്ടുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ ആ പ്രവൃത്തിയിൽ നിന്ന് നീ ആർജിക്കുന്ന ഫലത്തെ എനിക്ക് വേണ്ടി ത്യജിക്കുക, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നീ എന്നിലേക്ക് വരും എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ ഭഗവാൻ വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾക്ക് ഉപദേശിച്ച് തരികയാണ് ഈ ഒരു ഭക്തിയോഗത്തിലൂടെ. കാരണം ഭക്തിയോഗമാണ് അൾട്ടിമേറ്റ്, പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്തിയോഗമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഭക്തിയോഗത്തിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് ഉൾക്കൊള്ളുക, ഇതിലേക്ക് നമ്മൾക്ക് വരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. കാരണം നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് 10 സ്റ്റെപ്പ് വെച്ച് വരും. അതാണ് ഭഗവാന്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സവിശേഷത, കാരുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഉയരാനായിട്ട് നമ്മൾ ശ്രമം നടത്തിയാൽ മാത്രം മതി. ആ ശ്രമമാണ് ഭഗവാൻ കാണുന്നത്. ഭഗവാൻ നമ്മുടെ ആ ശ്രമത്തെ പൂർണ്ണമായിട്ടും 2 കൈ നീട്ടി സ്വീകരിക്കുകയും നമ്മൾക്ക് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുത്തി തരികയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ സ്വന്തം ജീവിതത്തിൻ്റെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ ഭഗവാന്റെ സ്മരണ പുലർത്താൻ സാധിക്കട്ടെ. ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഗുരുവിനോടും ഭഗവാനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.